സംശയങ്ങളൊന്നും മുഖ്യമന്ത്രി ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ള വാർത്താസമ്മേളനത്തിൽ മനസ്സിലാവുന്നത്. മുഖ്യമന്ത്രി പറയുന്നത് പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്നാണ്. ആരോപണം ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രി പരാതി കൊടുത്തിട്ട് പോലും മുഖ്യമന്ത്രിക്ക് മാത്രം എന്താണ് പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരമായി മാറുന്നത്? അത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്. പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണ് എന്ന് ബഹുമാനപ്പെട്ട CM പറയുന്നത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്. എനിക്ക് ആ വിശ്വാസം തീരെയില്ല. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന അഭിപ്രായം എനിക്കില്ല. നാനാർ മന്ത്രിസഭയിൽ എങ്ങനെയാണ് അദ്ദേഹം പുറത്തായിട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എല്ലാവർക്കും അറിയാലോ. ആ മാനസികാവസ്ഥയിൽ നിന്ന്, ആ സ്വഭാവത്തിൽ നിന്ന് ഒരു ഇഞ്ച്, ഒരു മില്ലിമീറ്റർ ഈ ശശി താഴേക്ക് പോയിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു സ്റ്റെപ്പ് കൂടി മുന്നിലാണ് എന്നാണ് എൻ്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് പി ശശിയെ കുറിച്ചുള്ള അഭിപ്രായമാണ്. ബഹുമാനപ്പെട്ട CM അങ്ങനെ വിശ്വസിച്ച് CM അങ്ങനെ വിശ്വസിച്ച് ഞാൻ പറയുന്ന ഒക്കെ പോയി ചെയ്തു തരാൻ പറ്റും. ഞാൻ എൻ്റെ വീട്ടിലെ ഒരു അട്ടിക്കാരിയിട്ടല്ലേ പി ശശിയുടെ അടുത്തേക്ക് പോകുന്നത്, അല്ലേ? ഞാൻ പി ശശിയോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഈ നാടിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട, സമയവുമായി ബന്ധപ്പെട്ട, പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതെല്ലാം ശശി ചെയ്തു തരണമെന്ന് ഞാനങ്ങനെ മണ്ഡലമല്ല. അല്ല, മുഖ്യമന്ത്രിക്ക് മനസ്സിലാവുന്നുണ്ടോ എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ പോയിട്ടില്ല. കഴിഞ്ഞ 8 മാസം ഞാൻ പോകാറില്ല. ഞാൻ അദ്ദേഹവുമായി പരിപൂർണമായും തെറ്റുന്ന എപ്പോഴാണ്? ഈ രാജ്യദ്രോഹി, സാമൂഹ്യദ്രോഹിയായ ഈ സാജൻ സ്കറിയയുടെ കേസിന്റെ പിന്നിലാണ്. ഇതുപോലെയുള്ള ഒരു രാജ്യദ്രോഹിയെ, സാമൂഹ്യ ദ്രോഹിയെ, മതവിദ്വേഷിയെ, ഇവിടെ എന്താ പറയാ, സമൂഹത്തെ തമ്മിലടിപ്പിക്കുന്നവനെ അവന്റെ അടുത്തുനിന്ന് പണം കൈക്കൂലി വാങ്ങി രാജ്യത്തെ പോലീസ് സംവിധാനത്തിന്റെ വാർത്താ സന്ദേശമാർത്തിയ ചോർത്തിയ കേസിൽ അവന് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തതിന്റെ പിന്നിൽ ഈ ADGP അജിത് കുമാറും പി ശശിയുമാണ് എന്ന കാര്യത്തിൽ എനിക്ക് അന്നും തർക്കമില്ല, ഇന്നും തർക്കമില്ല. വേറൊരു കാര്യം കൂടി, ഈ ചങ്ങാതിക്ക് ജാമ്യം കിട്ടിയപ്പോൾ സുപ്രീം കോടതി അടക്കം പറഞ്ഞിട്ടുണ്ട്, സമാനമായ കേസുകളിൽ ഇനി ഉൾപ്പെടരുത്, ഈ തന്ന ജാമ്യം ക്യാൻസലാവും. ഈ എത്ര കേസിൽ ശേഷം ഉൾപ്പെട്ടു? കോടതിക്ക് റിപ്പോർട്ട് കൊടുത്ത ഈ പോലീസ് എന്തായിരുന്നു പി ശശിക്ക് പണി? എന്താണ് പി ശശിക്ക് പണി? റിപ്പോർട്ട് കൊടുത്തിട്ടില്ലല്ലോ, ഇതുവരെ കൊടുത്തിട്ടില്ല. ഈ പറയുന്ന വയർലെസ് ചോർത്തിയ കേസിൽ ഇപ്പോഴും അതിനെ കുറ്റപത്രം കൊടുത്തിട്ടില്ല. കുറ്റപത്രത്തിൽ അവൻ ചെയ്ത കുറ്റത്തിനനുസൃതമായ വകുപ്പുകൾ ചേർത്തിട്ടില്ല. ഇതൊക്കെ ആർക്കു വേണ്ടി എത്തിച്ചു വെക്കുന്നത്? സുപ്രീം കോടതിയാണ് പറഞ്ഞത് സമാനമായ ഒരു കേസിലും ഇടപെട്ട് കൊടുത്തത്. അപ്പൊ അതങ്ങനെ ഇരുന്ന് തെറി പറഞ്ഞുകൊണ്ടേ ഇരിക്കരുത്. വല്ലതും ബാക്കിയുണ്ടോ? എന്താ പോലീസ് ചെയ്യാൻ പറ്റുന്നത്? എന്താ പി ശശി അറിയാത്തത്? അവിടെയാണ് ഞാൻ നടക്കുന്നത്. അവിടെയാണ് ഞാൻ പി ശശി നടക്കുന്നത്. നാടിന്റെ പൊതുവായ വിഷയത്തിന് വേണ്ടിയിട്ടാണ് പോയത്. പാർട്ടിയുമായി സംസാരിച്ചിട്ടാണ് പോയത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടാണ് പോയത്. ഈ പറയുന്നവന്റെ വീഡിയോസ് ഞാൻ കാണിച്ചു കൊടുത്താണ്. ഈ രീതിയിലാണ് സാമൂഹ്യ വിരുദ്ധത പ്രചരിപ്പിക്കുന്നത്, മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നത്. CM ഈ കോലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നാട് കേരളം കുട്ടിച്ചോറാകും. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തത്. എന്നിട്ട് ഒരു ഘട്ടത്തിൽ ഒന്നങ്ങനെ എന്താ പറയാ, ഒന്നെന്നെ തള്ളിത്തന്നു. ഈ 66F ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് വന്നു. അവൻ ഈ പറയുന്ന ദേശദ്രോഹ കുറ്റത്തിൽ ഉള്ളിൽ പോകുന്നതിനോട് കൂടിയിട്ട് ചിത്രം അങ്ങോട്ട് മാറുക. അജിത് കുമാറിന്റെ സ്വഭാവം മാറി. ഈ ചങ്ങാതി ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ പൂനെയിൽ ഞാൻ കാണിച്ചു കൊടുത്തു. അവിടെ പോലീസ് എത്തുന്നതിന് ഒറ്റുകൊടുത്തു. അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ് ഡൽഹിയിലുണ്ട് അവരടക്കം. അതിന്റെ കൃത്യമായ വിവരങ്ങൾ കൊടുത്തു. അവിടെ പോലീസ് പോയത് പോലുമില്ല. എന്റെ ആളുകൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്, വരുന്നുണ്ടോ നോക്കാൻ, പോലീസ് വരുന്നുണ്ടോ നോക്കാൻ. ആ വഴിക്ക് പോയില്ല. അന്നാണ് ഞാൻ ഉറപ്പിക്കുന്നത് ഇവർ കൂടി ചതിക്കുകയാണെന്നുള്ളത്. അന്ന് തുടങ്ങിയ അന്വേഷണം. ഇതുപോലെ ഒരു സാമൂഹ്യ വിരുദ്ധനെ ഇങ്ങനെ ഇവർ സഹായിക്കുന്നുണ്ടെങ്കിൽ ഇവരെത്രമാത്രം സാമൂഹിക വിരുദ്ധരായിരിക്കണം എന്ന് എന്റെ തോന്നൽ. ഞാൻ പിന്നാലെ പോയി. അതാണ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നത്. ഒരു ഇടവട്ടം ബന്ധപ്പെട്ടു, പക്ഷേ വാർത്താ സമ്മേളനം തീർച്ചയായിട്ടും നടത്തുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് CM പറഞ്ഞത് 100% ശരിയാണ്. CPMന്റെ പൊളിറ്റിക്കൽ ലെവലിനനുസരിച്ചിട്ടല്ല ഞാൻ ചെയ്തിട്ടുണ്ട്. സത്യമാണ്. കാരണം അങ്ങനെ എനിക്ക് ചെയ്യാമായിരുന്നു. ഞാനത് ചെയ്യാതിരിക്കാൻ പ്രത്യേക കാരണമുണ്ട്. കാരണം ഞാൻ ഈ കാര്യങ്ങളൊക്കെ അനവധി തവണ AKG സെന്ററിൽ കത്ത് കൊടുത്തോളെ. ഇപ്പോഴല്ല, ബഹുമാനപ്പെട്ട കുരിയേരി സഖാവ് ഉണ്ടാകുന്ന കാലഘട്ടം തൊട്ട് ഈ നാട്ടിലെ പൊതുവായ വിഷയങ്ങളിൽ എന്തൊരു അഭിപ്രായം രേഖപ്പെടുത്തി ഞാൻ കണ്ടേ കൊടുക്കാറുണ്ട്. മനസ്സിലായോ?
ഈ സാധനസ്കറിയുമായി ബന്ധപ്പെട്ട് ഇവരെ പോലെയുള്ള ചെറുതും വലിയതുമായ സാധനസ്കറിയകൾ അവർ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് 2, 3, 4, 5 തവണ ഞാൻ പാർട്ടി സെക്രട്ടറിക്ക് ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് മലയാളം ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്ത കത്തുകൾ ബൈറ്റ് ചെയ്ത് വെക്കാൻ മാത്രം, ഒരു പുസ്തകമാക്കാൻ മാത്രം ഉണ്ടാവും. AK സെന്ററിലും ഈ പറയുന്ന ശശിയുടെയും പെട്ടി തപ്പിയാൽ അതിനൊന്നും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പൊ എനിക്ക് എന്താ മാർഗം? എന്താ മാർഗം? ഞാൻ ഈ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ഞാൻ പഴയ കോൺഗ്രസ് തന്നെയല്ലേ. എന്താ തർക്കം? ഞാൻ പഴയ കോൺഗ്രസ് ആണല്ലോ. EMS ആരായിരുന്നു? EMS ആരായിരുന്നു? ആരായിരുന്നു പറ? KPCC സെക്രട്ടറി EMS അല്ലേ? EMS എങ്ങനെ സഖാവ് EMS ആയത്? എങ്ങനെയായി? ഞാൻ പഴയ കോൺഗ്രസ്സാ, EMS പഴയ കോൺഗ്രസ് ആണ്. അപ്പൊ അതൊന്നും CM പറഞ്ഞതിൽ തെറ്റില്ല. CM പിന്നെ എന്താ പറഞ്ഞത്? പാർട്ടിയുടെ ചട്ടക്കൂടിന് വിപരീതമായിട്ടാണ്. സത്യമാണല്ലോ, ഞാൻ അങ്ങനെ തന്നെ പ്രവർത്തിച്ചത്. എനിക്ക് വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല. CM പറഞ്ഞല്ലോ എന്നെ ബന്ധപ്പെടാൻ വേണ്ടി 2-3 പ്രാവശ്യം ശ്രമിച്ചു. വാസ്തവമാണ്. ഞാൻ CM-ന് കൊടുത്ത കത്ത് മഹേഷിനെ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് അദ്ദേഹത്തിന് തന്നല്ലോ. കാരണം ശശിയെ കുറിച്ച് അതിൽ പരാമർശിച്ചിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നി സെക്രട്ടറി കളവ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ല, ഞാൻ ശശിയെ കുറിച്ച് അതിൽ പറഞ്ഞിട്ടില്ല. ഞാനിതാ ഈ കത്ത് നിങ്ങൾ നോക്കുമ്പോഴാണ് ആ പത്രസമ്മേളനത്തിൽ CM-ന്റെ കത്ത് ഞാൻ പുറത്തിട്ടല്ലേ. അതുവരെ തന്നിട്ടില്ലല്ലോ. അല്ലല്ല, ഒരു മിനിറ്റ് തരാതിരിക്കാൻ കാരണം എന്താ? അതങ്ങനെ സ്വകാര്യമായി പോട്ടെന്ന് ഉദ്ദേശിച്ചു. പക്ഷെ അത് പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ, അല്ല ശശിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ നിങ്ങൾ സംശയമായി അങ്ങനെ മാറ്റുന്നു. അപ്പൊ ഞാൻ കൊടുത്തു. വിഷയം മാറ്റണമല്ല ഞാൻ. നിങ്ങൾ അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾ പലരെയും കണ്ടിട്ടുണ്ടാവും. ആ പുതിയ വിഷയം എന്റെ മുന്നിൽ വരണ്ട. അഭിപ്രായം ചോദിച്ചാൽ തിരിച്ചു വെച്ചാൽ ഉത്തരം പറയണം. മനസ്സിലായോ? മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ കുറഞ്ഞ സമയം മാത്രമേ അദ്ദേഹം ചർച്ച നടത്തിയുള്ളൂ, പിന്നെ അന്ന് അതിൽ പോയി എന്നുള്ളതാണ്. അങ്ങനെ ആയിരുന്നു. എനിക്കറിയില്ല. അറിയാലോ, എല്ലാവർക്കും അറിയാം. മറുപടിക്ക് വേണ്ടി എത്ര കാലം എത്ര കാലം അതിനും പറയും. അല്ല, ഇങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ഒരു ഭാവിയെ പോലെയാണെങ്കിൽ കാത്തിരുന്നിട്ട് എന്താണ് കാര്യം? അല്ല, കാത്തിരുന്ന് കാണാം, കാത്തിരിക്കണം. മുഖ്യമന്ത്രി തെറ്റിദ്ധാരണയ്ക്ക് മാറുന്നുള്ള പ്രതീക്ഷ ഉണ്ടോ? ബൈബിളില് ഒരു വാക്യമുണ്ട്, എന്താ പറയുക? ശ്രമിക്കുന്നവർക്കാണ് വിജയം. ഞങ്ങൾ വലിയ രീതിയിൽ ഒരു ക്യാമ്പയിൻ പോലെ തന്നെ ഈ നമ്പർ പ്രസിദ്ധീകരിക്കുന്നു, പരാതി സ്വീകരിക്കുന്നു, എന്നിട്ട് പോലും പോലീസിന്റെ മനോവീര്യം തകർക്കുകയാണ് താങ്കളെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെടുമ്പോൾ എത്ര ഇങ്ങനെ പോരാട്ടം മുന്നോട്ട് പോകാൻ പറ്റും? എന്റെ പൊന്നാര അരുണേ, നീ പറഞ്ഞ പോലീസ് സ്റ്റേഷനാണല്ലോ, നമ്പൂർ പോലീസ് സ്റ്റേഷൻ മുമ്പില് നിനക്ക് വലിയ ആരെങ്കിലും ഉണ്ടാവില്ല പത്രക്കാരങ്ങനെ. ഒരു 4 പോലീസുകാരെ വിളിച്ചിട്ട്, അല്ല സഹോദര, ഈ വാർത്തയൊക്കെ വന്നതിന് ശേഷം നിങ്ങളുടെ മനോവീര്യം തകർന്നൊക്കെയാണോ വർദ്ധിച്ചിട്ടാണെന്ന് ചോദിക്കും. ഇതിലൊന്നും വിട് ആ സാധനം. ആ പോലീസുകാരുടെ സ്റ്റേറ്റ്മെന്റ് മകരായിട്ട് പറഞ്ഞാൽ മതി. മുഖ്യമന്ത്രി പറയുന്നത് തെറ്റാണ്. അരുണ ചെയ്തല്ലോ, അത് ചെയ്യോ? അല്ല, അത് ചെയ്യാനുള്ളത് ഇത് നിങ്ങളെ ബാക്കിയല്ലേ. നിങ്ങൾ 4 പോലീസുകാരെ കുറിച്ച് ചോദിക്കുന്നത്. അല്ല സഹോദരൻ, എങ്ങനെ പറയുന്നത്? നിങ്ങളെ മനോവീര്യം അൻവർ ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്തി ഇവർക്കെതിരെയൊക്കെ പറഞ്ഞിട്ട് മനോവീര്യം തകർന്നതാണെന്ന് ചോദിക്കുന്നത്. 10 പോലീസുകാർ ചോദിച്ചാൽ അതിൽ 9 പോലീസുകാരും ഞങ്ങളെ മനോവീര്യം കൂടിയതാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പരിപാടി നമുക്ക് നിർത്താം. അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് തെറ്റാണ് അല്ലേ? 100% തെറ്റാണ്. പോലീസിന്റെ മനോവീര്യം ഉയർന്നിരിക്കുകയാണ്. കള്ളന്മാരുടെ മനോവീര്യം തകർന്നിരിക്കുകയാണ്. കൊള്ള സംഘമായ പോലീസിന്റെ ക്രിമിനലുകളുടെ മനസ്സാണ് തകർന്നിരിക്കുന്നത്. സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം അടിച്ചു കയറിയിരിക്കുകയാണ്. അതൊക്കെ പോട്ടെ. ഞാൻ ഇന്ന് രാവിലെ തന്ന വിവരം ഡോക്യുമെന്റ് എന്താ? 33,80,50 രൂപക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു, രജിസ്റ്റർ ചെയ്യുന്നു, 10ാമത്തെ ദിവസം വെക്കുന്നു, 65 ലക്ഷം രൂപക്ക്. ഡോക്യുമെന്റ് അല്ലേ? ഈ ഡോക്യുമെന്റ് കണ്ടോ? ചോദിക്കുന്ന സഹോദരൻ കണ്ടോ? ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെന്റ് കണ്ടു. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം എന്താ? അല്ല, ആ ഡോക്യുമെന്റ് അതിനുശേഷം മുഖ്യമന്ത്രി പറയും. അല്ല, അവിടെ നിൽക്കുന്നത് ഞാൻ ചോദിച്ചത് നിങ്ങൾ പറയും. ആ ഡോക്യുമെന്റ് നിങ്ങൾ കണ്ടു. 33 ലക്ഷത്തിന് വാങ്ങി, 65 ലക്ഷത്തിന് വിറ്റു 10 ദിവസത്തിനകല്ലേ? ആ കാര്യത്തിൽ നിങ്ങൾ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് സ്വന്തമായ ഒരു അഭിപ്രായമില്ലാത്ത വ്യക്തിയാണെങ്കിൽ എന്നോട് ചോദ്യം ചോദിക്കണ്ട. നിങ്ങൾ വർത്താനല്ല, വേറെ മുന്നേ പറയും.
നിങ്ങൾക്ക് അഭിപ്രായം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളെ കുറിച്ച് തന്നെ അഭിപ്രായമില്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് എന്തിനാ ഞാൻ ഉത്തരം പറയുന്നത്? അതില്ല, അഭിപ്രായമില്ല, ഇവിടെ ഇരുന്നാൽ മതി. അത് ശരിയല്ല. ഇത്രയും കൃത്യമായ ഒരു സാധനം ചോദിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചാൽ നിങ്ങൾക്ക് അഭിപ്രായം കാരണം പിന്നെ നിങ്ങളോട് സംസാരിക്കാൻ ഐ എം എ ഫൂൾ. ഐ ഡോണ്ട് വാണ്ട് ടു ബി എ ഫൂൾ. ഞാൻ പറയാനൊക്കെ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോ ഒരു പത്രപ്രവർത്തകൻ നിലയ്ക്കാണല്ലോ ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്കൊരു ബാധ്യതയില്ലേ? ഈ സമൂഹത്തിൽ ഒരു സാധാരണ മനുഷ്യൻ കുറെ ഞാൻ പറഞ്ഞല്ലോ. അല്ല, നിങ്ങൾ ചോദിച്ചിട്ടേ ഞാനൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങളുടെ അഭിപ്രായം അറിയണം. പത്രക്കാരെ അഭിപ്രായം അറിയണം. നിങ്ങളുടെ വർത്തമാനം പറയാനില്ല, അഭിപ്രായമില്ലാത്തവരുടെ കാര്യം വർത്തമാനം പറയാം. അത് വേറെ വിഷയം. ഇയാളുടെ അഭിപ്രായം ചോദിച്ചല്ലോ, അതിനാണ് ഉത്തരം പറയുന്നത്. 33 ലക്ഷത്തിന് വാങ്ങിയ ഫ്ലാറ്റ് 10 ദിവസം കഴിഞ്ഞാൽ 65 ലക്ഷത്തിന് വിറ്റാൽ താങ്കളുടെ അഭിപ്രായം എനിക്ക് തന്നെ അഭിപ്രായം ഇല്ല. ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ തന്നെ ഉത്തരം പറയും. 10 മിനിറ്റ് മാത്രമാണ് മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചത്. അരമണിക്കൂറിനൊക്കെ പറഞ്ഞു. ഇത് മുഴുവനും തെറ്റിദ്ധരിപ്പിച്ചല്ലേ. ഇപ്പൊ ആകത്തുക അല്ല, ആകത്തുക ഇപ്പൊ ഉച്ചയ്ക്ക് ശേഷം എന്താ പറയുന്നത്? ഒരു മിനിറ്റ് മനെ അവിടെ ഉണ്ട്. ഇപ്പൊ ആകത്തുക ഉച്ചയ്ക്ക് ശേഷം എന്താണ്? ഞാൻ ഈ എന്താ പറയാ കൊള്ളക്കാർക്ക് വേണ്ടിയിട്ട് ഒരു രോഗിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ്. അതായത് പോലീസിനെ കൊണ്ട് വലിയ ശല്യമുണ്ട്. ഇത് ആരെ സ്റ്റേറ്റ്മെന്റാ? CM എന്നീ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആരുടെ സ്റ്റേറ്റ്മെന്റാ? MR അജിത് കുമാറിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ആദ്യം വന്നതല്ലേ? DGPക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിറങ്ങുമ്പോൾ MR അജിത് കുമാർ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ? PV അൻവർ ഈ ഒരു രോഗിക്ക് വേണ്ടി പ്രവർത്തിക്കുക, ഞാൻ ശക്തമായ നടപടി എടുത്തതുകൊണ്ട് ആ കള്ള രോഗിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് PV അൻവറല്ലേ പക്ഷേ നിങ്ങൾക്ക് കൊടുത്ത വാർത്തയാണ്. ആ സ്റ്റേറ്റ്മെന്റ് ആണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കൊണ്ട് ഇന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരു പറയുന്നത്. വയർലെസ് കേസിൽ പോലും താങ്കൾ ആവശ്യപ്പെട്ടത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അങ്ങനെ പറഞ്ഞില്ല, വേറെ ഉള്ളത് കേട്ടോ. വയർലെസ് കേസിൽ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് ചെയ്യുന്നത് അതിനെവിടെ അത് കേട്ടെന്ന് പറഞ്ഞു. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇത്രയും വലിയ കോലാഹലം ഉണ്ടായിട്ടും ഭരണപക്ഷ MLA ആയിട്ട് താങ്കൾ ഇത്രയേറെ ആരോപണങ്ങളും തെളിവുകളും പുറത്തുവിട്ടിട്ടും ഇങ്ങനെ സ്ഥിരം തെറ്റിദ്ധരിക്കപ്പെടാൻ മാത്രം ദുർബലനാണോ നമ്മുടെ മുഖ്യമന്ത്രി? താങ്കൾ അന്നും ഇന്നും മുഖ്യമന്ത്രിയെ ചേർത്ത് പിടിക്കുന്നുണ്ട്, പിതൃസ്ഥാനത്താണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ താങ്കളുടെ ആരോപണങ്ങളെ തള്ളുക മാത്രമല്ല, പരിഹസിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇനിയിപ്പോ ഇരുന്ന് ഈ പറഞ്ഞ പോലെ ഇവരെന്നെ ചവിട്ടി പുറത്തു വെക്കണമെങ്കിൽ മനസ്സിലായോ? ഞാൻ മുഖ്യമന്ത്രിയെ തള്ളിപ്പറയാൻ ഞാൻ ഉണ്ടാവില്ല. നിങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് എനിക്കൊരു സ്റ്റാൻഡ് ഉണ്ടാവും. മനസ്സിലായോ? മുഖ്യമന്ത്രിയെ തള്ളി പറഞ്ഞുകൊണ്ട് ആളാകണം, ഈ പാർട്ടിയെ തള്ളി പറഞ്ഞുകൊണ്ട് ആളാകണം ഞാൻ ഉദ്ദേശിക്കില്ല. ഇവർക്ക് എന്നെ വേണ്ട എന്ന് പറയുമ്പോൾ അതിന് അപ്പൊ ഞാൻ എന്റെ മാർഗം നോക്കും. അതുവരെ ഞാൻ ഈ പാർട്ടിയിൽ ഞാൻ പോരാടും. മനസ്സിലായോ? ഇപ്പൊ B ശശിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഈ B ശശിയെ കുറിച്ച് പറയാൻ കുറച്ച് സഖാക്കള് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എടുത്തു വന്നിരുന്നു. സങ്കടകരമാണ്. നിങ്ങൾക്ക് ഈ ഫോണൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. കണ്ണൂരിൽ നിന്ന് വന്ന രക്തസാക്ഷി കുടുംബത്തിലെ സഖാക്കളുടെ മെസ്സേജ്, അമ്മമാരുടെ മെസ്സേജ് കരഞ്ഞുകൊണ്ടുള്ളത്, ഈ പൂരക്കണക്കിലും ഈ RSSുമായിട്ട് ബന്ധം, കണ്ണൂരിലെ സഖാക്കളുടെ കണ്ണീരിന്റെ കഥ ഈ ഫോണിലാണ്. ഇവരൊക്കെ വിരൽ ചൂണ്ടുന്നത് പലരും B ശശിയിലേക്കാണ്. ഇത് PV അൻവറിന്റെ മാത്രം അഭിപ്രായം ആരും തെറ്റിദ്ധരിക്കണ്ട. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.